പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനം NIA അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴത്തെ ഈ അന്വേഷണം തൃപ്തികരമല്ല. സാധാരണഗതിയിൽ ബോംബ് സ്ഫോടനം, ബോംബ് നിർമ്മാണം തുടങ്ങിയിട്ടുള്ള കേസുകൾ എടുക്കേണ്ടത് NIA ആണ്. NIA ആണ് പരിശോധിക്കേണ്ടത്, അതിൻ്റെ എല്ലാ വശങ്ങളും. അതിനുവേണ്ടിയിട്ടാണ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ രൂപീകരിച്ചിട്ടുള്ളത് തന്നെ. അപ്പോൾ ഇത്ര പ്രമാദമായ തീവ്രവാദ സ്വഭാവമുള്ള ഈ ബോംബ് നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവും അന്വേഷിക്കേണ്ടത് കേരള പോലീസല്ല, NIA അന്വേഷിക്കേണ്ട ഒന്നാണ്. NIA അന്വേഷിച്ചാൽ മാത്രമേ വസ്തുതകൾ പുറത്തു കൊണ്ടുവരികയുള്ളൂ. എന്തിനു വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത്? അപ്പോൾ തെരഞ്ഞെടുപ്പിൽ പരാജയം ഭീതി പൂണ്ട് എതിരാളികളായ UDFകാരെ ആക്രമിക്കാനുള്ളൊരു പദ്ധതിയാണ് എന്ന് വേണം ഇത് കരുതാൻ. അതുകൊണ്ട് തന്നെ ഈ കേസ് കൂടുതൽ ഗൗരവമുള്ള ഒന്നാണ്. മാത്രമല്ല, ഈ കേസിൽപ്പെട്ട പ്രതികളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേരത്തെ മുതൽ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണമെങ്കിൽ NIA അന്വേഷണമല്ലാതെ മറ്റൊന്നും കൊണ്ടും അതിന് പരിഹാരമാകുന്നില്ല എന്നതാണ് വസ്തുത. തന്നെയുമല്ല, ഇന്നിപ്പം ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിൽ കരിയിലക്കുളങ്ങര എന്ന സ്ഥലത്ത് ഒരു INTUC പ്രവർത്തകനായ സത്യനെ കൊലപ്പെടുത്തിയത് പാർട്ടി അറിഞ്ഞാണ് എന്ന നിലയിൽ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ബിബിൻ സി ഇന്ന് ഒരു പ്രസ്താവന കൊടുത്തു പോവുകയാണ്. അപ്പോൾ പാർട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങരയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ബിബിൻ സി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗം മാത്രമല്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പ്രധാനപ്പെട്ട CPM നേതാവാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് INTUC പ്രവർത്തകനായ സത്യൻ്റെ കൊലപാതകം പാർട്ടി അറിഞ്ഞാണ് നടന്നത് എന്ന് വളരെ വിശദമാക്കുന്നു. അപ്പോൾ പാർട്ടി ആസൂത്രിതമായി ആളുകളെ കൊല്ലുന്നു, ബോംബുകൾ നിർമ്മിക്കുന്നു, ആളുകളെ കായികമായി വകവരുത്തുന്നു. ഇതെല്ലാം പാർട്ടിയുടെ ഒരു ശൈലിയായി മാറിയിരിക്കുകയാണ്. തുടർഭരണം ലഭിച്ചതുകൊണ്ട് യാതൊരു വിധത്തിലുമുള്ള പേടിക്കേണ്ട ആവശ്യമില്ല, പോലീസിൻ്റെ സംരക്ഷണവും ലഭിക്കുകയാണ്. കാസർഗോഡ് പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരായി പാർട്ടിയിലെ തന്നെ ഒരു നേതാവ് MV ബാലകൃഷ്ണനെതിരായി CPM വിമതൻ N ബാലകൃഷ്ണൻ മത്സരിക്കുകയാണ്. അദ്ദേഹം ഉന്നയിക്കുന്നത് പാർട്ടിയിൽ നടക്കുന്ന വൻ അഴിമതിക്കെതിരെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്നത്. കേരളത്തിലെ CPMൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. അപ്പോൾ N ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറയുന്നത് തനിക്ക് വലിയ ഭീഷണിയുണ്ട്, കായികമായി നേരിടും, ജീവന് ഭീഷണിയുണ്ട്, എന്നാൽ പോലും സ്വന്തം പാർട്ടിയിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് താൻ മത്സരിക്കുന്നതെന്നാണ്. അപ്പോൾ CPM ഒരു വൻതോതിൽ അഴിമതി നടത്തുന്നതും അക്രമം നടത്തുന്നൊരു പാർട്ടിയായിട്ട് മാറും.